ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്നും വന്നിരിക്കുന്ന നമ്മുടെ റീഅപ്പോർച്ച്മെൻറ്റ് ഓവർ ഹെഡിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡുമായിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. എന്താണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്? അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പറഞ്ഞ് അതിൻ്റെ കമ്പ്യൂട്ടേഷനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഓക്കെ ആണോ മക്കളെ? ഓക്കെ. എന്താണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്? അതായത് നമ്മളൊരു എഗ്രീഡ് പെർസെൻറ്റേജിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇത് എപ്പോൾ വരെ അല്ലെങ്കിൽ എന്നുവരെ ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും? ഒരു സ്മോൾ ഫിഗർ കിട്ടുന്നത് വരെ, അതും അല്ലെങ്കിൽ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആവുന്നത് വരെ നമ്മൾ ഈ അപ്പോർഷൻമെൻറ്റിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇനി നമുക്കതിൻ്റെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. കാണാം, നിങ്ങൾക്കൊക്കെ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. എ കമ്പനി ഹാവിങ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഒരു കമ്പനിക്ക്. എ, ബി ആൻഡ് സി എന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണ് മക്കളെ? ബോയിലർ ഹൗസ് ആൻഡ് പമ്പ് റൂം. Okay, the boiler house has to depend on the pump room for supply of water and pump house is depend on the boiler house for പവർ സപ്ലൈ. എന്താ പറഞ്ഞത്? നമ്മുടെ ബോയിലർ ഹൗസ് പമ്പ് റൂമിൽ വാട്ടർ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യും. പമ്പ് ഹൗസ് നമ്മുടെ ബോയിലർ ഹൗസിൻ്റെ പവർ സപ്ലൈയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ദ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ആസ് ഫോളോസ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും സിയുടെയും എക്സ്പെൻസസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എയുടെ എത്ര? 4 lakh, ബിയുടേത് 3,50,000, സിയുടേത് 2,50,000. ഓക്കെ. ഇനി ദ എക്സ്പെൻസ് ഓഫ് ദ ബോയിലർ ഹൗസ് ഈസ് 1,70,000 ആൻഡ് പമ്പ് റൂം റുപ്പീസ് 1,50,000. നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റും അല്ലെങ്കിൽ എക്സ്പെൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1,70,000, 1,50,000. ക്ലിയർ? ഇനി കൊടുത്തിരിക്കുന്നത് എന്താ? ദ എക്സ്പെൻസ് ഓഫ് ദ സർവീസ് കോസ്റ്റ് സെൻറ്റർ ഷുഡ് ബി അപ്പോർഷൻഡ് ആസ് ഫോളോസ്. അതായത് ഇനി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നു ഒരു ഗീവൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് പെർസെൻറ്റേജ് ബേസിസിലായിരിക്കും നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പെർസെൻറ്റേജാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബോയിലർ ഹൗസിൻ്റെ എക്സ്പെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എങ്ങനെയായിരിക്കും അപ്പോർഷൻ നടത്തുന്നത്? എ എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 20%, ബിക്ക് 40%, സിക്ക് 30%. ബോയിലർ ഹൗസിനുണ്ടോ? ഇല്ല. കാരണം എന്താ? ബോയിലർ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്ത് ബോയിലർ ഹൗസിൻ്റെ കോസ്റ്റാണ് നമ്മൾ മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബോയിലർ ഹൗസിന് അവിടെ നില്ലെന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പമ്പ് റൂമിന് 10%. ഇനി പമ്പ് റൂമിൻ്റെ എക്സ്പെൻസസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അത് എങ്ങനെയാണ് അതിൻ്റെ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്? 40%, 20%, 20%, ബോയിലർ ഹൗസിന് 20%. ക്ലിയർ? ഇനി അവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ഓവർ റേറ്റ് പെർ ഹവറാണ് അവിടെ തന്നിരിക്കുന്നത്. എക്ക് 4,960 ഹവേഴ്സും ബിക്ക് 4,800 ഹവേഴ്സും സിക്ക് 3,600 ഹവേഴ്സുമാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. നമ്മൾ ആൻസറിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യമേ എന്തോ പ്രിപ്പയർ ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓവർ ഹെഡ്. അതായത് നമ്മുടെ റീഅപ്പോർച്ച്മെൻറ്റ് ഓവർ ഹെഡിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പം അത് ഏത് മെത്തേഡിലെ ബേസിസിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിനകത്ത് ഏതിൻ്റെ മെത്തേഡിൽ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓവർ ഹെഡ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പർട്ടിക്കുലേഴ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഴുതണം, പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പേരും എഴുതണം. എ, ബി, സി എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ബോയിലർ ഹൗസും പമ്പ് റൂം എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എഴുതണം. ഇനി അവിടെ ടോട്ടൽ ഓവർ ഹെഡ്സ് നമ്മൾ അവിടെ ഏത് എമൗണ്ട് എഴുതേണ്ടത്? എയുടെ കോളത്തിൽ 4 lakh എവിടെ നിന്ന് കിട്ടി? നമ്മൾ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. ദ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ആസ് ഫോളോസ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് ആണത്. ഏതൊക്കെയാണ്? എയുടേത് 4 lakh, ബിയുടേത് 3,50,000, സിയുടേത് 2,50,000, ബോയിലർ ഹൗസിന് ഏതാ? 1,70,000, പമ്പ് റൂമിൻ്റെത് 1,50,000. ഓക്കെ. ഇത്രയും നമ്മുടെ ക്വസ്റ്റിന് കറക്റ്റ് ടോട്ടൽ ഓവർ ഹെഡ്സ് എന്ന് കറക്റ്റ് കൊടുത്തിരിക്കണം. ഇനിയാണ് നമ്മൾ നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. എന്താ? ഇനിയാണ് നമ്മൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എടുത്തിട്ട് അത് തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന അതിനെ റേഷ്യോയിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തന്നിരിക്കുന്ന പെർസെൻറ്റേജിലോ റേഷ്യോയിലോ അതിനെ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന പ്രോസസ്സ് ഇനിയാണ് നടക്കാൻ പോകുന്നത്. നോക്കിക്കോ. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് ഇൻ ദ ഗിവൺ റേഷ്യോ. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ?
നൽകിയിരിക്കുന്ന റേഷ്യോയിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് എടുത്തിട്ട് മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബോയിലർ ഹൗസാണ്. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം 2:4:3:1. ഇതെങ്ങനെ വന്നത് നിങ്ങൾക്ക് അറിയാത്തവർക്കും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എക്സ്പെൻസ് ഓഫ് ദ ബോയിലർ ഹൗസ്, അതായത് നമ്മൾ ബോയിലർ ഹൗസിൻ്റെ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും വീതിച്ചു കൊടുക്കുന്നത്, ഏത് പെർസെൻറ്റേജിൻ്റെ ബേസിസിലേക്ക് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്, 20%, 40%, 30%, ആൻഡ് 10%. അടുത്ത് 20% 2ഉം 40% 4ഉം 30% 3ഉം 10% 1 എടുത്തിട്ടാണ് നമ്മൾ വീതിച്ചത്. അത് നമുക്ക് റേഷ്യോ രൂപത്തിൽ കിട്ടി. ഓക്കെ, റേഷ്യോ രൂപത്തിൽ നമുക്ക് കിട്ടി. അപ്പം നമ്മൾ എങ്ങനെ എടുക്കേണ്ട, ബോയിലർ ഹൗസിന് എക്സ്പെൻസ് എവിടെ അല്ലേ, ടോട്ടൽ ഓവർ ഹെഡ് എക്സ്പെൻസ് എവിടെ എത്ര കൊടുത്തിരിക്കുന്നത്, 1,70,000. ഈ 1,70,000 ഇൻറ്റു 2/10. 2/10 അങ്ങനെ കിട്ടിയത് 2 + 4 + 3 + 1 2/10. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയുടെ നമ്മുടെ ബോയിലർ ഹൗസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുത്ത ആ ഒരു എമൗണ്ട് കിട്ടും. എത്ര കിട്ടുന്നത്, 23,400. ഇനി ബിയുടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ബിയുടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് 1,70,000 ഇൻറ്റു 4/10. 1,70,000 ഇൻറ്റു 4/10. ഇനി സിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം, 1,70,000 ഇൻറ്റു 3/10. ഇനി ബോയിലർ ഹൗസിനുണ്ട്, ബോയിലർ ഹൗസിന് ആ എമൗണ്ട് നിങ്ങൾ താഴത്തോട്ട് എടുത്ത് എഴുതിയാൽ മതി, 1,70,000 എടുത്ത് എഴുതിയാൽ മതി. ഇനി പമ്പ് റൂമിനതോ 11,700. അതെങ്ങനെയാണ് വന്നത്, 1,70,000 ഇൻറ്റു 1/10. ഓക്കെ, അങ്ങനെയാണ് 11,700 വന്നത്. ഇനി നമ്മൾ പമ്പ് റൂമിന് എങ്ങനെ ചെയ്യാം, പമ്പ് റൂമിന് നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, 40%, 20%, 20%, 20%. നമുക്ക് അങ്ങനെ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 4:2:2:2 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇവരവിടെ ചെറുതാക്കി കൊടുത്തേക്കുന്നത് 2:1:1:1 എന്നാണ് കൊടുത്തത്. നമുക്കും അങ്ങനെ തന്നെ എടുക്കാം, 2:1:1:1. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെറുതാക്കാൻ അറിയാത്തവർക്കോ, അല്ലെങ്കിൽ ചെറുതാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അങ്ങനെ ചെറുതാക്കി വലിയ ഇതില്ലാത്തവർക്ക് നിങ്ങൾക്ക് ആ 4:2:2:2 എന്ന് പറഞ്ഞു എടുക്കാം. നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഓക്കെ, അതെങ്ങനെ എടുക്കാം, നമ്മുടെ പമ്പ് റൂമിൻ്റെ എക്സ്പെൻസ് എത്ര, 1,50,000. 1,50,000 2/5 നോക്കണം. ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? 1,50,000 2/5 എത്ര, 64,680 കിട്ടും. ഏതിൻ്റെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പമ്പ് റൂം അല്ലെ പമ്പ് റൂം അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന കോസ്റ്റ് എത്ര, 64,680 കിട്ടും. ഇങ്ങനെ ബിക്കും സിക്കും മറ്റുള്ളതെന്ന് പറഞ്ഞാൽ ബോയിലർ ഹൗസിന് നമ്മളിങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആവുന്ന വരെ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്ന നെഗ്ലിജിബിൾ എമൗണ്ടാണ് 13. മനസ്സിലായോ? നമ്മൾ 13 വെച്ചങ്ങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, നമ്മുടെ ഫുൾ നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട്, നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട്. ഓക്കെ, നെഗ്ലിജിബിൾ എമൗണ്ട് കിട്ടുന്നവരെ അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് കിട്ടുന്നവരെ നമ്മളതിങ്ങനെ ഈ ഒരു അപ്പോർച്ച്മെൻറ്റ് പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് അവസാനം കിട്ടിയതാണ് 13. ക്ലിയർ? ഇനി അതിനെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ച് നമ്മളങ്ങ് നിർത്തി. ഇനി ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് പറയുന്നത്. ഓവർ ഹെഡ് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റെയും ഓവർ ഹെഡ് കോസ്റ്റും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഹവേഴ്സ് വർക്ക്ഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഓവർ ഹെഡ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റെയും ഓവർ ഹെഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ ഓഫ് ഹവേഴ്സും വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് ഹവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർ ഹെഡ് റേറ്റ് കിട്ടും. എയെ സംബന്ധിച്ച് എയുടെ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര, 4,96,000. ഈ 4,96,000 നമുക്ക് എങ്ങനെ കിട്ടി, നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തില്ലേ. ആദ്യം ഏടത് എക്സ്പെൻസ് 4 lakh ഉണ്ട്, പിന്നെ ബോയിലർ ഹൗസിൻ്റെ ഭാഗത്തുനിന്നും പമ്പ് റൂമിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് അപ്പോർഷൻ ചെയ്ത് കിട്ടിയ ഏടെ മൊത്തത്തിലുള്ള ആ ഒരു എക്സ്പെൻസസ് എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് 4,96,000 കിട്ടും. 4,96,000 ആണ് നമ്മുടെ എ എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് കോസ്റ്റ്. അതേ ഡിവൈഡ് ബൈ നമ്മുടെ എയുടെ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ഹവേഴ്സ് എത്ര നമ്മൾ പറഞ്ഞിരുന്നത്, 4,960 ഹവേഴ്സ്. അപ്പം 4,96,000 ഡിവൈഡ് ബൈ 4,960 ഡിവൈഡ് ബൈ നമുക്ക് എത്ര കിട്ടും, 100 rupees കിട്ടും. ഇതായിരിക്കും നമ്മുടെ എ എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് റേറ്റ്. ബിയുടേതും സിയുടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും ഇന്ന് പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമ്മൾ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.